രമേശിനെ പറയണ്ടല്ലോ, അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ളത്. അവന്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാ മതിയെന്ന്. ലോക വെടിയിറങ്ങി. എന്റെ ഏട്ടനെ വിളിക്കാട്ടെ, നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ. രേണുവിൻ്റെ ചാറ്റ് പുറത്ത് വന്ന വിഷയത്തിൽ കുറേ ആൾക്കാർ സപ്പോർട്ടുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പെട്ടവനാണ് ജാസി അണ്ണൻ. താത്താന്ന് വിളിക്കാൻ മനസ്സിലായി. നീ എന്താ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? പൊട്ടത്തരം പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് രമേശിനെ പറയണ്ടല്ലോ, അത് ഓൾറെഡി എനിക്ക് ഓർമ്മ തന്നെ ഇല്ല ഞാൻ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചേച്ചി പറഞ്ഞാവുക, ഓക്കെ നമുക്ക് മീറ്റ് ചെയ്യാം, നമുക്ക് ഒരു കാണാം എന്നൊക്കെ ഉണ്ടാവുക. അത് നമ്മൾ നോക്കുന്ന തലങ്ങളിലാണ്. ഇപ്പോൾ നോക്കുന്ന തലങ്ങളിലാണെന്ന് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിലാണ് അതിലുള്ളൊരു വീഡിയോ എടുത്തിട്ടാണ് ഇയാൾ രേണുവിന് അയച്ചു കൊടുത്തേക്കുന്നത്. താത്ത അത് കണ്ടായിരുന്നോ? കാലിൻ്റെ പടം. ആ കാലിൻ്റെ വീഡിയോയുടെ താഴെയാണ് അയാൾ വന്നിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത്. അതപ്പം ഏത് തലത്തിലാണ് നമ്മൾ കാണേണ്ടത്? നോർമൽ ചാറ്റായിട്ടാണോ കാണേണ്ടത്? ആണോ താത്തൻ താത്തൻ അത് മതി. താത്തൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും കാണുന്നത്. പക്ഷെ അത്യാവശ്യം ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് അതങ്ങനെ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ താത്തൻ? ആദ്യം നീ പോയിട്ട് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക. ഇവിടെ കുറേ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ ബോട്ടം സർജറി ചെയ്തു എന്നും പറഞ്ഞ് നടന്ന നാറിയാണ് നീ. ആ നാറിയായി നീയാണ് പോയി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത്, ഉളുപ്പില്ലാത്തവൻ. വായിൽ അവന്റെ ഏട്ടൻ അനിയനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാ മതിയെന്ന്. അപ്പോൾ അത് അവൻ കേൾക്കുന്നത് തന്നെയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, നീ അവിടെ തന്നെ നിന്നാ മതി. പക്ഷെ അവന്റെ ഏട്ടൻ എന്താ പറഞ്ഞത്, നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ തന്നെ നിന്നാ മതി. അപ്പൊ അത്രേ ഉള്ളൂ. നീ എന്താടാ വാഴ പൊട്ടനോ? നീ എന്തുവാ പറയാൻ ഉദ്ദേശിച്ചത്? നീ എന്തുവാ പറഞ്ഞത്? നീ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. നീ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? നമ്മളൊരാളോട് മോൻ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇന്ന കോഴ്സാണ് പഠിക്കുന്നതെന്ന് പറയും. നീ എന്തിനാടാ പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പം നീ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇതാണ് ഈ നാറി ഉദ്ദേശിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പം ഇവൻ എന്താ പറഞ്ഞതെന്നുള്ളത് ഇവന് തന്നെ ബോധമില്ലാതെ ഒരു സിറ്റുവേഷൻ എത്തിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, ബുദ്ധി ഇല്ലാതെ വച്ചാ. ലോക വെടിയിറങ്ങി. അയ്യോ, നിന്റെ അമ്മച്ചി എവിടെ നടാ ഇറങ്ങിയത്? അത് നിന്റെ പെണ്ണുമ്പിള്ളയാണ് ഇറങ്ങിയത്? എവിടെ നടാ ഇറങ്ങിയത്? അവൻ എന്തിനാണ് ഇറക്കി വിട്ടത്? പാവങ്ങള്. എന്നാലും ഒന്നുമല്ലല്ലോ, നിന്റെ അമ്മച്ചി അല്ലേടാ. നല്ല മറുപടി കൊടുക്കണം. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സിനിമയുടെ പൂജയ്ക്ക് എങ്ങാണ്ട് പോയ സമയത്ത് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, അമ്മച്ചി നിങ്ങൾ എന്നെ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന്. ഇതേ വേർഡാണ് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. ആ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്ത് കോപ്പിലെ നിലപാട് വെച്ചിട്ടാ? രണ്ടിടത്ത് രണ്ട് സ്വഭാവം കാണിക്കുന്നു, ഊളുപ്പില്ലാതെ തള്ള. എന്റെ ഏട്ടനെ വിളിക്കാട്ടെ, നിങ്ങൾ വീട്ടുകാരനും പോയി വിളിക്കടാ. തെണ്ടികളെ, എന്റെ കെട്ടിയവനിയാ റീല് ചെയ്തതാ തെറിയ വിളിച്ചിട്ട്. എങ്ങനെ ഇരിക്കുന്നു? പിള്ളേരടക്കം കാണുന്നതാണ് ഇൻസ്റ്റഗ്രാമൊക്കെ. അവിടെ വന്നിട്ട് ഇമാതിരി വൃത്തികേട് പറയാൻ നല്ല മര്യാദ. ആടാ, നിനക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ പെണ്ണുമ്പിള്ളക്ക് രാവിലെ എഴുന്നിട്ട് ഇതാണല്ലോ, അതുപോലെ നിന്റെ വീട്ടുകാർക്ക് മൊത്തം ഇതാണല്ലോ ഈ അസുഖം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് കപ്പളങ്ങ എടുക്കട്ടെ. സ്വയം ഇരുന്ന് തിന്ന്, നിങ്ങളുടെ ക്രിമിയുടെ അങ്ങ് പോട്ടെ. നിങ്ങൾ സ്വയം ഇരുന്ന് തിന്ന്, നിങ്ങൾക്ക് അതിൻ്റെ കുറവുണ്ട്. ഭയങ്കര ക്രിമിയടിയാണ് നിങ്ങൾക്ക്. കുറച്ച് കഴിച്ചിട്ട് സ്വയം അതങ്ങ് ഒഴിവാക്ക്, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള ട്രെൻഡിങ് എന്താണെന്നറിയോ? രേണുവിൻ്റെ ഏതെങ്കിലും അവന്മാർ എന്തെങ്കിലുമൊക്കെ തെറി കമൻറ്റ് വന്നിട്ട് ഇടും, അത് പിൻ ചെയ്തിട്ട് അതിന് റിപ്ലൈ കൊടുക്കുക. ഭയങ്കര എന്തോ വലിയ കാര്യം ചെയ്യുന്ന പോലെയാണ് രേണുസുതി ഇത് ചെയ്യുന്നത്. പക്ഷെ ചീപ്പ് പരിപാടിയാണെന്നുള്ളത് രേണുസുതി അറിയുന്നുണ്ടോ? അറിയുന്നില്ല. സ്വന്തം വീട്ടുകാർ ഇതൊക്കെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടോ? വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ തള്ളയുടെ ചിലവിൽ ജീവിക്കുമ്പോൾ അവർക്ക് കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. മിണ്ടി കഴിഞ്ഞിട്ടും കാര്യമില്ല. ഈ തള്ള പറയുന്നതൊന്നും കേൾക്കത്തില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ അവരുടെ വാക്കുകൾ വേസ്റ്റ്. ഒരു മോനെ അവിടെ ഇട്ടിട്ടില്ലേ? മൂത്ത മോൻ പോട്ടെ, ഇളയ മോനെ അതിനെ നോക്കുന്നുണ്ടോ നിങ്ങൾ? അവിടെ ലോകം മൊത്തം കറങ്ങി നടക്കുക, സ്വന്തം മോനെ പോലും നോക്കാതെ. കുറച്ച് നാൾ മുമ്പ് കിച്ചു വന്നിട്ട് പറഞ്ഞ ഇതേ കാര്യങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ മോനും കൂടെ പറയാതിരിക്കാൻ, ആദ്യത്തെ മോൻ സുധിച്ചേട്ടൻ്റെ മോനാണല്ലോ മറ്റേ കിച്ചു,
നിങ്ങളുടെ സ്വന്തം മോൻ വന്ന് പറയാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചോ. അതിനുള്ള കളികളാണ് നിങ്ങൾ കളിക്കുന്നത്. കുറേ കഴിയുമ്പോൾ ആ കുഞ്ഞ് വന്നിട്ട് പറയും ഇതേ ഡയലോഗ്, എനിക്ക് കിട്ടേണ്ട പരിഗണനയും സ്നേഹമോ കെയറോ ഒന്നും അമ്മയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയെന്നാ.